നമ്മുടെ ദുഃഖങ്ങൾ ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ ആ ദുഃഖത്തിൻ്റെ വേദന കുറയും എന്നാണ് പറയപ്പെടുന്നത്. സൈക്കോളജിക്കലി പറഞ്ഞാൽ അതിന് ഒരു തലം വരെ വളരെ അർത്ഥമുള്ള കാര്യമാണ്. നമ്മളൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, അത് നമ്മളിൽ തന്നെ അമർത്തി വച്ചാൽ, അടക്കി വച്ചാൽ, പലപ്പോഴും ഒരു പരിധി കഴിയുമ്പോൾ അത് പൊട്ടി പുറത്തേക്ക് വരുന്നത് പോലെ വളരെ വേദനയോടെ ചില പൊട്ടിത്തെറിക്കലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രതികരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം. റോമൻ ഗവൺമെന്റ് ഫിലിപ്പിയ ദേശം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ജനം വളരെ പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാരങ്ങൾ പറയുന്നതൊരു പതിവായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അവർക്ക് മാനസികമായി ഒരാശ്വാസം ലഭിക്കുന്നത് അവർക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പിന്നീട് അതൊരു കഷ്ടമായി മാറുവാൻ ഇടയായി. അവരുടെ പ്രശ്നങ്ങൾ പോയി ആ പ്രതിമയോട് സംസാരിക്കുക, അങ്ങനെ അവർക്കുണ്ടാകുന്ന ആ മാനസികമായ ആശ്വാസം പ്രാപിക്കുന്നത് ഒരു പതിവായിരുന്നു. ഫിലിപ്പിയൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഫിലിപ്പിയ ലേഖനം: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡോണ്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പകരം നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയായും അപേക്ഷയായും ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ഒരു പ്രതിമയുടെ മുന്നിൽ പറയുമ്പോൾ ലഭിക്കുന്ന ഒരു മാനസിക ആശ്വാസം എന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുമ്പോൾ ആ വാക്യത്തിൽ വായിച്ച സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ശരിയാണ്, നമുക്ക് മാനസികമായി ഒരാശ്വാസം ലഭിക്കും. എന്നാൽ നാം ആരോടാണോ അത് പറയുന്നത് അദ്ദേഹം പിന്നീട് അതിനെ മുതലെടുക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളുമായി നമ്മുടെ ഭാരങ്ങളുമായി നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.